الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പരമദയാലുവായ ഏറെ കാരുണ്യം ചൊരിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ കേൾവിയും സംസാരവുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം ലഭിക്കുന്ന ഏറ്റവും നല്ല കർമ്മമാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ വിചാരണ ചെയ്യുന്ന വേളയിൽ പരാജയപ്പെടാതെ അഭിമാനത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഉത്തരം പറഞ്ഞ് ആ സ്വർഗീയമായ ആരാമത്തിലേക്ക് പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, അദ്ദിൻ, നീ വിളിക്ക്, ഫിന്നാസി, ജനങ്ങൾക്കിടയിൽ, ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നീ വിളിക്കുക. അപ്പോ യഅ്തൂക റിജാലൻ, അപ്പോ ആ വിളംബരം നടത്തി കഴിഞ്ഞാൽ നടന്നുകൊണ്ടും, വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ സകല മലമ്പാതുകൾ താണ്ടിയും എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞാണ്, ആ വിളിക്ക് ഉത്തരമായി നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തു നിന്നും ആളുകൾ ഹജ്ജിന് വേണ്ടി യാത്രയിലാണ്. ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ അതിഥികളായി പോയിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് അവിടെ യാത്രയിലുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് അവരുടെ നാടുകളിൽ എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ ഹജ്ജിന്റെ മർമ്മം തൗഹീദാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഹജ്ജിലെ പ്രാർത്ഥനകൾ, ഏതാനും ചില പ്രാർത്ഥനകൾ മാത്രമേ ഹജ്ജിലുള്ളൂ. ആ ഹജ്ജിലെ പ്രാർത്ഥനകൾ നമ്മൾ എടുത്തു നോക്കൂ. നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ദുൽഹിജ്ജ 8-നാണ് ഹജ്ജ് ആരംഭിക്കുക. അന്ന് എവിടെയാണോ ഹാജി ഉള്ളത്, ചിലപ്പോ റൂമിലായിരിക്കാം, ഇപ്പൊ അധികവും
ദുൽഹജ്ജ് 8 തന്നെ നമ്മൾ ആളുകൾ മിനായിലെത്തും. മിനായിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജി ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. പുരുഷന്മാർ ഒരു ഉടുക്കാൻ ഒരു തുണിയും പുതക്കാൻ മറ്റൊരു തുണിയുമായി, അങ്ങനെ 2 വെള്ള തുണിയാണ്, തല മറക്കുകയില്ല. സ്ത്രീകള് അവർക്ക് കൈഭാഗവും മുഖവും ഒഴികെ മറയുന്ന ഏത് വസ്ത്രവും അവർക്ക് ധരിക്കാവുന്നതാണ്. അങ്ങനെ ധരിച്ചുകൊണ്ട് ഹാജി ആ സന്ദർഭത്തിൽ തൊട്ട് തുടങ്ങുന്ന ഒരു വാചകം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നോക്കൂ, തൽബിയത്ത് തുടങ്ങാണ്. ആ ദുൽഹജ്ജ് 8 ഇഹ്റാമിൽ പ്രവേശിച്ച അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞ് ഹാജി ആ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോ തൽബിയത്താണ് ചെല്ലുന്നത്. ആ തൽബിയത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകി വന്നിരിക്കുന്നു. ഇന്നൽ ഹംദ, തീർച്ചയായും സ്തുതിയും, വന്നിഅമത അനുഗ്രഹങ്ങളും, ലക നിനക്കുള്ളതാണ്, വൽ മുൽക്ക് രാജാധികാരവും നിനക്കുള്ളതാണ്, ലാ ശരീക ലക നിനക്കൊരു പങ്കുകാരുമില്ല. നോക്കൂ, യഥാർത്ഥത്തിൽ അള്ളാഹു ഏകനാണ്. ആ അള്ളാഹുവിനാണ് സകലമാന ആരാധനകളും അർപ്പിക്കേണ്ടത് എന്ന് ഹാജി പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഹാജി പറയുന്ന ഒരു സംഗതി ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ആദ്യം അതിന് ഉടനീളം പറയുന്നത് ലാ ശരീക, നിനക്കൊരു പങ്കാളിയുമില്ലാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, വിവിധങ്ങളായ ദർഗകളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് പിന്നെ അവസാനം ഹജ്ജിന് പോകുന്ന ആളുകൾ, ആ ഹാജി എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ ഈ ഹാജിയാകുന്ന ആളുകൾ പ്രഖ്യാപിക്കുന്നത് ഒരു പങ്കാളിയുമില്ലാന്ന്, ഒരു പങ്കാളിയുമില്ലാന്ന്, അള്ളാഹുവിന് ഒരു ശരീക്കുമില്ല. എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചപ്പോ നീ അള്ളാഹുവിന് ഒരു നിദ്ദ, ഒരു സമന്മാരം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ ഒരല്ലാഹ് അല്ല. അങ്ങനെ ലോകത്ത് മഹാനായ ഇബ്നു റാസി റഹ്മഹുള്ള പറയാണ്, ലോകത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങളെ മുഴുവൻ എടുത്തു നോക്കിയാൽ അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ച ഒരു സമൂഹത്തെയും കാണുകയില്ല. പിന്നെ എന്താണ് ഈ പ്രശ്നം? പിന്നെ ഉള്ള പ്രശ്നം അള്ളാഹുവിന്, അതായത് അള്ളാഹുവിന്റെ റുബൂബിയത്ത്, സൃഷ്ടിപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, നിയന്ത്രണം, അതുപോലെയുള്ള കാര്യങ്ങളിൽ അതുപോലെ കഴിയുന്ന ഒരാളുണ്ട് എന്ന് വിശ്വസിക്കുക. വൽ ഉലൂഹിയ, ഇബാദത്ത്, ആരാധനക്കർഹൻ അള്ളാഹുവാണ്. എന്നാൽ ആ ആരാധന മറ്റൊരാൾക്കും കൊടുക്കാം, അള്ളാഹുവിലേക്ക് വസീലയായിക്കൊണ്ട് പലരിലൂടെയും നമുക്ക് പോകാം എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്, ഖാദിറാണ്. എന്നാൽ അതേ കഴിവ് എല്ലാം കേൾക്കാൻ കഴിയുക, കേൾവിക്ക് പരിധിയില്ലാതെ കേൾക്കാൻ കഴിയുന്ന ഒരാൾ കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അയാളെ വിളിക്കാം, അയാളെ വിളിച്ചുകൊണ്ട് റബ്ബിലേക്ക് തേടാം എന്ന് പറയുമ്പോ നിദ്ദ, അള്ളാഹുവിന് സമന്മാരെ സൃഷ്ടിക്കലാണ്. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എന്നാൽ ഹാജി എന്ത് ചെയ്യാണ്? ഇഹ്റാമിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ തന്നെ പറയാണ്, പ്രഖ്യാപിക്കാണ്, ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളിയില്ല. നിന്റെ റുബൂബിയത്തിൽ, നിന്റെ ഉലൂഹിയത്തിൽ, നിന്റെ അസ്മാഉ വസ്സിഫാത്തിൽ ഒരൊറ്റൊന്നും അതുപോലെ ഇല്ല റബ്ബേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എന്നാൽ മക്കത്തുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സന്ദർഭത്തിൽ അവിടെ ഹജ്ജ് നടന്നിട്ടുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് ഉൾക്കൊണ്ട ആളുകൾ പല നിലക്കുള്ള ഹജ്ജ് നടത്തിയിട്ടുണ്ട്. അന്ന് ഖുറൈശികൾ പറഞ്ഞ തൽബിയത്ത് എന്താ? ഇല്ലാ ശരീക്കൻ ഹുവനക്, നിനക്ക് ഒരു പങ്കാളിയുണ്ട്, ആ പങ്കാളി എന്താണ്? നീ കൊടുത്ത കഴിവുള്ള ആളാണ്. ഞങ്ങള് ഒരാളെയും അള്ളാഹുവേ ഞങ്ങള് പിന്നെ എന്ത് ചെയ്യുന്നില്ല, നിനക്ക് ഒരു പങ്കാളി വെക്കുന്നില്ല, പക്ഷെ ഒരു പങ്കാളി ഒഴികെ ഇല്ലാ ശരീക്കൻ ഹുവനക് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. പ്രവാചകൻ പറഞ്ഞു തൽബിയത്ത് അതല്ല, എന്നിട്ട് പഠിപ്പിച്ച തൽബിയത്ത അതാണ് ഹാജി ദുൽഹജ്ജ് 8 ചൊല്ലല്. നോക്കി, പിന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് വരുന്ന ഒരു രംഗം ഉണ്ടാകാൻ പാടില്ല. അയാൾ പ്രഖ്യാപിക്കാണ് സൃഷ്ടിപ്പിൽ, ആ നിയന്ത്രണത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ ഏതെങ്കിലും കഴിവ്, അള്ളാഹുവിനുള്ള കഴിവുകൾ, കേൾവി, കാഴ്ച, നിയന്ത്രണം തുടങ്ങി എല്ലാത്തിലും റബ്ബിന് പുറമെ വേറൊരാൾക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിനായിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹാജി തുടങ്ങിയാണ്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഹാജി പറയുന്നത് ശിർക്കില്ലാന്നാ. അങ്ങനെ മിനായിലെത്തി ളുഹറിന്റെ സമയത്ത് 2 റക്അത്ത് ജമാഅത്തായി നമസ്കരിക്കാൻ. മിനായിലുള്ളത് എന്താ? മിനായിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അതാത് നമസ്കാരത്തിന്റെ സമയം, ളുഹറിന്റെ സമയത്ത് 2 റക്അത്ത്, അസറിന്റെ സമയത്ത് 2 റക്അത്ത്, അങ്ങനെ ഖസ്റാക്കി നമസ്കരിക്കുകയാണ് മിനായിൽ ചെയ്യുക. അവിടെ അങ്ങനെ ജമ്മാക്കാതെ ഖസ്റാക്കി നിൽക്കുന്ന സന്ദർഭത്തിലൊക്കെ ആദ്യം ചെയ്യുന്നത് തൽബിയത്താണ്. അവിടെ നടക്കുന്നത് തൽബിയത്ത്, ദിക്ർ, ഖുർആൻ പാരായണം, പ്രാർത്ഥന തുടങ്ങി ആരാധനകളിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ചില ആളുകൾ പറയും ദുൽഹിജ്ജ് 8 അവിടെ പള്ളി എന്താ തൽബിയത്തില്ല, പിന്നെ മിനായിൽ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വരും. പിന്നാണെങ്കിലോ ളുഹറാണ് 2 റക്അത്തേ ഉള്ളൂ. നമുക്കിവിടെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 റക്അത്ത് നിസ്കരിക്കാം, നമുക്കിവിടെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുഴുവൻ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യാൻ പാടില്ല. നബി പറഞ്ഞ എന്താണ്? 2ആണ്, അത് ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട് ഇവിടെ കുറെ സമയമുണ്ടല്ലോ, നമ്മളിപ്പോ ഏതായാലും ഹജ്ജ് തുടങ്ങി, നാബി കുറെ ടൈം ഉള്ളതുകൊണ്ട് കുറെ അനാവശ്യ സംസാരങ്ങൾ നടത്തുന്നതാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള സമയമല്ല. ഈ പ്രഖ്യാപനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തുകളിൽ മുഴുകുന്ന സന്ദർഭമാണ് മിനയിൽ നിന്നുകൊണ്ട് നിൽക്കേണ്ടത്. അങ്ങനെ ദുൽഹിജ്ജ 8 എല്ലാ മഗ്രിബും ഇശാവും ഒക്കെ കഴിഞ്ഞ് ദുൽഹിജ്ജ 9 എത്തുമ്പോ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച് ദുൽഹിജ്ജ 9 രാവിലെ എന്ത് ചെയ്യുന്നു? അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് അല്പം ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് അറഫയിലേക്ക് പുറപ്പെടുകയാണ്. അറഫയിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അവിടെ നമ്മൾ എത്തുന്നത്, അവിടെ എത്തിയിട്ട് ളുഹറും അസറും ജമ്മും കസറുമായി നമസ്കരിക്കാൻ രാവിലെ ഇവിടുന്ന് പുറപ്പെടും. അങ്ങനെ അവിടെ എത്തി ളുഹറിന്റെ സമയത്താണ് അവിടെ അറഫയുടെ പ്രസംഗം ഉണ്ടാകുക. ആ പ്രസംഗത്തിൽ ചില ആളുകൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിയും, എന്നാൽ ചില ആളുകൾക്കൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും, ആളുകളുടെ അതിന്റെ ആധിക്യം മൂലം. ഏതായാലും ആ സന്ദർഭത്തിൽ അവിടെ ജമ്മും കസറുമായി ളുഹറും അസറും നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത് നോക്കൂ. അവിടെയും ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുത്തെ പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ അറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും നടത്താം. പക്ഷെ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് പ്രഖ്യാപിക്കണം. ഓക്കെ, അൽ ഹജ്ജു അറഫാന. അറഫയിൽ സുബഹി നമസ്കാരത്തിന് ജമാഅത്തായി മിനയിൽ നിന്ന് നമസ്കരിച്ച് ഹാജിമാർ അറഫയിലേക്ക് ഇങ്ങനെ നീങ്ങും. അറഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥനയാണ്. ളുഹറും അസറും ജമാഅത്തായി നിർവഹിച്ചുകൊണ്ട് മഗ്രിബ് വരെ ഹാജിക്ക് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ്. പ്രാർത്ഥന മാത്രമാണ്, വേറൊരു ഇബാദത്തില്ല. പ്രാർത്ഥന നടത്തിക്കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പക്ഷേ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹില്ല, വഹദഹു നീ മാത്രമാണ്, ലാ ശരീക ലഹു അവനൊരു പങ്കാളിയുമില്ല, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു അവനാണ് എല്ലാ അധികാരത്തിന്റെയും ഉടമ, വലഹുൽ ഹംദു എല്ലാ സ്തുതിയുടെയും ഉടമ അവനാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നോക്കൂ, ഇവിടത്തെ ഈ അറഫയിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനിലൂടെ പഠിപ്പിച്ചതെന്ന ഈ പ്രാർത്ഥനയിൽ നിന്ന് ഹാജി എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു പങ്കാളി ഉണ്ടാകണം.
നിയന്ത്രണത്തിൽ. ഇപ്പൊ പറയും നമ്മുടെ നാട്ടിലറിയും അള്ളാഹു ഈ മുദബ്ബിറുൽ ആലമിനൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കഴിയുന്നു. ആലം എന്താണെന്നറിയാണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഒരറ്റത്ത് നിന്നാണ് നമ്മൾ പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് നമ്മളൊന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്നാം ആകാശത്തിന്റെ വിസ്മയങ്ങൾ നമ്മൾ തന്നെ കണ്ടു തീർന്നിട്ടില്ല. സബഅ സമാവാത്തിന് എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അത് ഇന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നാം ആകാശത്ത് നിന്ന് നമ്മളുടെ അടുത്തുള്ള ചന്ദ്രനിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. ചൊവ്വയിൽ ഇതിനെ പറ്റിയുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളെ പറ്റി നമുക്കറിയില്ല. മാത്രമല്ല, ഓരോ സൗരയൂഥങ്ങളിലുള്ള ഒരു സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന സൗരയൂഥം, അങ്ങനത്തെ ഒരുപാട് സൗരയൂഥങ്ങളെ ഉൾക്കൊള്ളുന്ന ഗാലക്സി, മിൽക്കി വേ തുടങ്ങി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ളത്. ആ പ്രപഞ്ചത്തിലുള്ള ഒരാൾക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്താണ്. അള്ളാഹു പറയണം, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശി യുദബ്ബിറുൽ അംറ. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പടച്ച തമ്പുരാനാണ്. അത് ഹാജി അറഫയിൽ നിന്ന് എവിടുന്നാ നോക്കണം. അറഫ എന്ന് പറയുന്നത് എന്താ? തിരിച്ചറിവാൻ. നാട്ടിൽ നിന്ന് സകലമായ അന്ധവിശ്വാസങ്ങളും പേറി മക്കത്തെത്തി അറഫയിലെത്തിയപ്പോ ചില ഹാജിമാർക്ക് തിരിച്ചറിയും, പടച്ചോനെ ഇവിടെ ഒരു കല്ലിനെയും ഒരു മയ്യത്തിനെയും അല്ല ഒരു ജാറവോ ഒരു മക്ബറയോ ഇല്ലല്ലോ. നേർക്ക് നേരെ അറഫയിൽ നിന്ന് ഹാജി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് തിരിച്ചറിവാൻ. അള്ളാഹു മാത്രമാണ് സകലമായ കാര്യങ്ങൾക്കും ഉള്ളത് എന്ന ഒരു തിരിച്ചറിവ് ഹാജിക്കുണ്ടാകാണ്. ആ ഹാജിയെ മനസ്സിലാക്കേണ്ടത് നിയന്ത്രണം മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ മാറ്റാൻ നമ്മൾ അറഫയിലുള്ള ഏതെങ്കിലും ഒരു കല്ലിനെ നിർത്തിയിട്ട് അല്ല അറഫയിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കണോ? അല്ലെങ്കിൽ പോകട്ടെ, പ്രവാചകന്മാരും സഹാബത്തും നടന്നു പോയിട്ടുള്ള ഏറ്റവും നല്ല പരിശുദ്ധമായ തായ്വരയാണ്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ അന്നാണ് അറഫ. ആ ദിവസമാണ് അറഫയില്. ദുൽഹജ്ജ് 9 മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നേരത്തൊക്കെ വിസിറ്റിന് പോയ ആളുകൾ അറഫയിൽ പോയാൽ അന്ന് ആ ഭൂമിക്ക് ഒരു പരിശുദ്ധിയില്ല. ആ ദിവസമാകുമ്പോഴാണ് ആ ഭൂമിയുടെ പരിശുദ്ധി. അങ്ങനെ നിൽക്കുന്ന ഹാജി വിചാരിക്കുകയാണ്, ഇവിടെ നബിയും പ്രവാചകന്മാരും സഹാബത്തൊക്കെ വന്ന സ്ഥലല്ലേ, നിൽക്കട്ടെ, പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന. അറഫയിലല്ലേ, പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമല്ലേ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണല്ലോ. അതുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകും. അതിന് പ്രാർത്ഥനയ്ക്കൊരു ഫലം കിട്ടാൻ പ്രവാചകനെ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രാർത്ഥന, പ്രവാചകന്റെ ഹദറത്തിലേക്കൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്, എനിക്ക് പരീക്ഷണങ്ങളുണ്ട്, എങ്കിൽ നീ ചെയ്തോ. കുരിദു വല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർറ അൻകും വലാ തഹ്വീലാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറഫയിലെ തിരിച്ചറിവ്. നീ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പറയാണ്, നീ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന സഅംതും കഴിയും എന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു തെളിവില്ല. എന്തെങ്കിലും അതിന് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിന് തെളിവുണ്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഊഹമാണ്. അങ്ങനെ അവന് പുറമെ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ വിളിച്ചാൽ ഫലാ യംലികൂന കശ്ഫൽ ദുർറ, ഒരു ദുർറും ഒരു പ്രയാസവും അവർ നിങ്ങൾക്ക് നീക്കിത്തരികയില്ല. വലാ തഹ്വീല, ഒരു ചേഞ്ചും അവർക്കാർക്കും വരുത്താൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ. ആ ബോധ്യം അറഫയിലെ പ്രാർത്ഥനയിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോ അറഫയിലെയും ഹാജിയെ ബോധ്യപ്പെടുത്തുന്നത് പടച്ചോനാണ്, എല്ലാത്തിനും കഴിയാന. അങ്ങനെ അറഫയിൽ നിന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. മുസ്ദലിഫയിൽ എത്തിയാൽ മഗ്രിബ് 3 റക്അത്തും ഇശ 2 റക്അത്തും ജമ്മും ഖസറുമായി നമസ്കരിച്ച് അവിടെ കിടന്നുറങ്ങണം. അവിടെ റെസ്റ്റാണ്. അറഫയിൽ നിന്ന് അത്രയും ക്ഷീണാണ്. അത് ചില ആളുകൾക്ക് വളരെ സുഖമായിരിക്കും, അതിന്റെ യാത്രയുടെ അതിന്റെ ഒക്കെ അതിന്റെ ഫെസിലിറ്റി അനുസരിച്ച്. പക്ഷെ അറഫയിലേക്ക് നടന്നു പോയ ആളുകൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഒരുപാട് ക്ഷീണമായിരിക്കും.
ആ ക്ഷീണം കാരണം അവര് മഗ്രിബും ഇശാഉം ജമ്മും കസറുമാക്കി പടച്ചവനോട് പ്രാർത്ഥിച്ച് അവിടെ തന്നെ കിടക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക. അങ്ങനെ ദുൽഹജ്ജ് 10 10 നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദും സുബഹിയും സുന്നത്തും ഒക്കെ ശേഷം സുബഹി മുസ്ദലിഫയിൽ വെച്ച് നമസ്കരിച്ച് അവിടെയുള്ള മശ്അറുൽ ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയെ മുന്നിലാക്കി കഅബക്ക് തിരിഞ്ഞ് സൂര്യോദയം വരെ കൈകൾ ഉയർത്തി അവിടെയും പ്രാർത്ഥിക്കുക, സുബഹിക്ക് പ്രാർത്ഥിക്കുക. ദുൽഹജ്ജ് 10 ചെയ്യാനുള്ള എന്താണ്? അവിടുന്ന് മുസ്ദലിഫയിൽ നിന്ന് ജംറത്തുൽ അഖബയിലേക്ക് വന്ന് കല്ലെറിയുക. അങ്ങനെ ദുൽഹജ്ജ് 10 കല്ലേറ്, ഹജ്ജിന്റെ ബലികർമ്മം, അതുപോലെ മുടികളയിൽ അതൊക്കെ കഴിയും. അങ്ങനെ കഴിഞ്ഞ് തവാഫുൽ ഇഫാദ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പിന്നെ അവിടുന്ന് മുസ്ദലിഫയിൽ നിന്ന് നേരെ വന്ന് മിനയിലൂടെ വന്ന് കഅബയിലേക്ക് ചെന്നിട്ട് അവിടെ തവാഫ് ചെയ്ത് തവാഫുൽ ഇഫാദ പൂർത്തിയാക്കി തവാഫ് സഈ അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് സ്ഥലത്ത് തലമുണ്ടനം ചെയ്യാനുള്ള എല്ലാം ഉണ്ടാവും. പിന്നെ മിനയിലേക്ക് തന്നെ മടങ്ങാം. അപ്പൊ ആ സന്ദർഭത്തിലും തവാഫിലുള്ള പ്രാർത്ഥന എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എവിടെ റുക്നുൽ യമാനിയുടെയും അസ്വദിന്റെയും ഇവിടെ ഇങ്ങനെ വരുമ്പോ റുക്നുൽ യമാനി ഹജറുൽ അസ്വദ് അതിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥന. അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, അതിലും റബ്ബന എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ആ തവാഫ് കഴിഞ്ഞ് നമ്മൾ സഈന് വേണ്ടി പോകുമ്പോ അതിനു മുമ്പ് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് ബേക്കിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് നേരെ ബേക്കോട്ട് തിരിഞ്ഞാൽ സഈ കാണും. അവിടെ സഈല് അങ്ങനെ സഫാ കുന്നിൽ ചെന്നുകൊണ്ട് കഅബയെ മുന്നിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ? ഇന്ന സഫാ വൽ മർവ മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന. ആ സഈ തുടങ്ങുന്ന സന്ദർഭത്തിൽ ആ സഫാ കുന്നിൽ നിന്നുകൊണ്ട് അപ്പോൾ കഅബയുടെ ഇങ്ങനെ കാണാം. അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടുത്തെ പ്രാർത്ഥന എന്താ? ലാ ശരീക ലഹു, പടച്ചോനെ നിനക്കൊരു പങ്കാളിയില്ല. അങ്ങനെ സഈ കഴിഞ്ഞ് 7 തവണ കഴിഞ്ഞ് പിന്നീട് നമ്മൾ മറവയിൽ അതിലൂടെ പുറത്തിറങ്ങി കഴിഞ്ഞ് തലമുണ്ടനം ചെയ്ത് നമ്മൾ വീണ്ടും മിനായിലേക്ക് പോവാണ്. ദുൽഹജ്ജ് 11, 12, 13 അയ്യാമത്ത് ശരീക്കിന്റെ ആ ദിവസങ്ങളിൽ ജംറത്തുൽ സുഗറ, ജംറത്തുൽ വുസ്ത, അതുപോലെ ജംറത്തുൽ കുബറ ഇതില് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കല്ലെറിയുകയാണ്. അങ്ങനെ കല്ലെറിഞ്ഞ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഹജ്ജ് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിലും ഹാജിയുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഗതി. അപ്പോൾ അവൾ ജംറകളിലൊക്കെ എറിയുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആ സ്തൂപത്തോടോ ആ ഒരു ഇതിനോടോ അല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അല്ലാഹുമ്മ പടച്ചോനെ. അപ്പോഴേക്കും ഹാജിക്ക് പൂർണ്ണമായ ബോധ്യമായി ആ തൽബിയത്തിന്റെ അർത്ഥം എന്താണോ എന്ന് ആ ഹാജിയോട് ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായി മനസ്സിലാകുന്ന തരത്തിൽ അദ്ദേഹത്തിന് ബോധ്യവും ഞാൻ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും പടച്ചോനെ മാത്രമുള്ള വഴിയാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൽ പോലുള്ളത്. എന്നാൽ നമ്മൾ നോക്കൂ, അള്ളാഹു അല്ലാത്ത ആളുകളെ ഈ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടും പോകുന്ന സമയത്ത് പല തെറ്റിദ്ധാരണ മൂലം പലരും എന്ത് ചെയ്ത് പല മക്ബറകളിലും പോയി. എന്തിനാ പോയത്? മക്ബറയിൽ പോയത് വരെ എന്താ വെച്ചോ, ഞാൻ ഈ ഹജ്ജ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള യാത്ര ഉണ്ടല്ലോ, വിമാനത്തില് വാഹനത്തില്, അതിനൊരു അപകടം ഉണ്ടാക്കരുത്, എന്റെ യാത്രയെ കാത്തോളനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി. നോക്കി പറയേണ്ട ആരോടാ? പടച്ചോനാണ്. എന്തൊരു അപകടം, എന്തൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് പടച്ചോനാണ്. ആ പടച്ചോനെ അത് മാറ്റാൻ കഴിയും. ആ റബ്ബിലേക്ക് നേരെ പടച്ചോനെ എനിക്ക് ഹൈറായത് തരണേ എന്ന് റബ്ബിനോടാ പ്രാർത്ഥിക്കേണ്ടത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു സംഗതി, പിന്നെ എന്താ എന്നെ ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്? ഇപ്പൊ ഒരു വാപ്പ അന്ന് രാവിലെ ചോദിച്ചാണ്, മകന് പരീക്ഷ എഴുതുന്ന സമയത്ത് അത്രയും പറഞ്ഞു വാപ്പനോട്, വാപ്പയെ പ്രാർത്ഥിക്കണം ഫുൾ A+ന് വേണ്ടി. മോനും പ്രാർത്ഥിച്ചു ഫുൾ A+ന് വേണ്ടി. അങ്ങനെ റിസൾട്ട് വന്ന് നോക്കുമ്പോ ഫുൾ A+ ഇല്ല. മോൻ വാപ്പനോട് ചോദിക്കാം, എത്തപ്പ വാപ്പ അള്ളാഹു പൊട്ടനാണ്, നമ്മൾ 2 പേരും പ്രാർത്ഥിച്ചു പക്ഷെ ഉത്തരം കിട്ടിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ചോൻ നമ്മളെ അറിയുന്നവനാണ്.
നമ്മുടെ എന്ത് കാര്യവും കൃത്യമായി അറിയുന്ന റബ്ബാണ്. നമ്മുടെ ഫ്യൂച്ചർ അറിയുന്ന റബ്ബാണ്. ലോകത്തുള്ള മറ്റൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഹൈറായതേ റബ്ബ് തരൂ. ഫുൾ A+ കിട്ടിയ ഒരുത്തനെ നമ്മൾ എന്ത് ചെയ്ത് ഫുൾ A+ കിട്ടി, ഓനെ കൊണ്ടുപോയിട്ട് നല്ലൊരു സ്കൂളിലാക്കും, വലിയ സ്കൂളിൽ. ചിലപ്പോ ഓന് താങ്ങൂല. മാത്രമല്ല ഓനെ ആ കിട്ടിയ സ്കൂളിൽ ചിലപ്പോ ഇതുവരെ ഇല്ലാത്ത എന്തോ കണ്ട് അവൻ ചിലപ്പോ കേട് ഒന്ന് ഓണ് കാണാൻ കഴിയും. അള്ളാഹു അവന് ചിലപ്പോ ഫുൾ A+ കൊടുക്കാതിരിക്കുന്ന അവന്റെ നന്മക്ക. അള്ളാഹ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അത് അള്ളാഹുവാണ് നിങ്ങൾക്ക് തന്നത്. എന്തിനാ? നിങ്ങൾക്ക് നഷ്ടം വരുത്തിയത് നിങ്ങൾക്ക് ഹൈറിന് വേണ്ടിയാ. നിങ്ങൾക്ക് ഫുൾ A+ തന്നു, വലിയ സന്തോഷിക്കേണ്ട. അത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാ. രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല തരികയാണ്. അതുകൊണ്ട് നമുക്കിത് ബോധ്യപ്പെടുത്തേണ്ടത് ഏത് സന്ദർഭത്തിലും ഈ പ്രാർത്ഥനകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് ദുനിയാവാണ്. ആ ദുനിയാവിൽ ഒരു പ്രയാസം മാറ്റാൻ, ഒരു നന്മ തരാൻ പടച്ച തമ്പുരാനേ കഴിയുന്നവനോടെ ചോദിക്കേണ്ടതുള്ളൂ. അവിടെ ഒരിടയാളൻ വേണ്ട. ഏതെങ്കിലും അള്ളാഹു സൃഷ്ടിച്ച ഏതെങ്കിലും സൃഷ്ടികൾ അതിനിടയിൽ വേണ്ട. മലക്ക് വേണ്ട, ജിന്ന് വേണ്ട, ഏത് ശക്തിയും വേണ്ട. നമുക്ക് മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നവനാണ് ആ നാഥൻ. നമ്മുടെ ഭാഷ അറിയുന്നവനാണ്, നമ്മുടെ വികാരം അറിയുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ വെച്ചും റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആ ഒരു തരത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. ഹാജി യഥാർത്ഥത്തിൽ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് തിരിച്ചു വരുന്ന ഹാജിയെ പറ്റി പറഞ്ഞത്, പ്രസവിച്ചു വീണ കുട്ടിയെ പോലെ. പിന്നെ ഒരു നിലക്കുള്ള ശിർക്കില്ലാതെ തനി തൗഹീദുള്ള മനുഷ്യനായി തിരിച്ചു വരികയാണ്. ആ മനുഷ്യർ വീണ്ടും ശിർക്കിലേക്ക് പോകുന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ പോകുന്ന ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആ കാര്യം നമ്മൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൽബിയത്ത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ജീവിതം പിന്നീട് അങ്ങോട്ട് ജീവിക്കുവാൻ നമുക്കും ഹജ്ജ് ചെയ്തു വരുന്ന ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു തന്റെ അടിമകൾക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിലും ചില സ്ഥലങ്ങളിലും കൂടുതൽ പ്രതിഫലം പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. വലയാലിൻ അശ്ർ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് വലയാലിൻ അശ്ർ അൽ മുറാദ് ബിഹി അശറ ദിൽഹിജ്ജ. ദിൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ് എന്ത്? ആ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസം. ഇപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാന്ന് ചോദിച്ചാൽ റമളാനിലെ അവസാനത്തെ 10 എന്നാൽ പകല്, ഏറ്റവും നല്ല പകലുകൾ നമുക്ക് കിട്ടുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിൻ അമലി ആദിഹി ഫീ ഹാദിഹി. ഈ ദിവസത്തില് ഈ ഒരു പ്രവർത്തനം, ദുൽഹിജ്ജ 10 പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന അത്രമേൽ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മം ഇല്ലാന്നാണ്. ആലോചിക്കും, ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ ആ 10 വരെയുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ പോലെ അത്രയേറെ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം മറ്റൊരു ദിവസത്തിലില്ല. ഇത് കേട്ടപ്പോ സഹാബത്ത് ഞെട്ടി. അവർ ചോദിച്ചു, വലൽ ജിഹാദ്, അപ്പൊ നബിയെ ജിഹാദോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അൽ ജിഹാദ്, ജിഹാദും ഇല്ല. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിർ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ ബിശൈഇൻ.
ജിഹാദും ഇല്ല എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു, ഇനി ഒരാള് ജിഹാദിന് വേണ്ടി തന്റെ ശരീരവും ധനവും ഒക്കെ ഉപയോഗിച്ച് ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, ശരീരവും ധനവും ഒക്കെ അവിടെ നഷ്ടപ്പെടുത്തി ഷഹീദായാൽ ഒഴികെ, ഷഹീദായി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠമുള്ളതാണ്. അപ്പൊ അത്രമേൽ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മളെ ഉണർത്തി. മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഅനി അയ്യാമുൽ അശ്ർ. ഈ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം മറ്റൊരു ദിവസങ്ങളിലില്ല എന്ന് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഇത്ര ശ്രേഷ്ഠമായ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, നമസ്കാരം, നോമ്പ്, സദഖ, നല്ല നല്ല പ്രവർത്തനങ്ങൾ, എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതാക്കി കളയൽ. ഏറ്റവും നല്ല 10 ദിവസം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവാണ്. ഈ മാസത്തിന്റെ അവസാനം 27, 28 അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് വരും. അപ്പൊ നമ്മൾ ആ 1 മുതൽ 10 വരെയുള്ള ദിവസം ആരും പാഴാക്കി കളയരുത്. അത്രയേറെ ചാൻസ് കിട്ടുന്ന നല്ല അമലുസാലിഹാത്തുകൾ ചെയ്യാൻ പറ്റിയ ഖുർആൻ പാരായണം, ദിക്റുകൾ, നോമ്പ്, സ്വതക്ക എന്തൊക്കെ നിർവഹിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നിർവഹിക്കുക. പ്രത്യേകിച്ച് അറഫ നോമ്പ്. ആയിഷ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മാ മിൻ യൗമി അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ ഫഇന്നഹു ലിയദ്നു ثم യുബാഹി ബിഹിമൽ മലായികതു ഫയഖൂലു മാ അറാദ ആഹുലായി. ആയിഷ റളിയല്ലാഹു പറയാണ്, പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ഒരു അടിമയെ നരകത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. അറഫയുടെ ദിവസത്തേക്കാൾ മറ്റൊരു ദിവസം അങ്ങനെ ഇല്ലാണ്. നോക്കി, ഒരാള് നമ്മളെങ്ങാനും നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു പോകും. ഒരുപാട് ഇബ്ലീസിന്റെ പ്രേരണയിൽ കുടുങ്ങി നമ്മൾ ചെയ്തു പോകും. അങ്ങനെയുള്ള നമ്മളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. അന്ന് നമ്മൾ നോമ്പ് നോറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങാനും നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവര് അള്ളാഹുവിനോട് അടുക്കുകയും മലക്കുകൾ ഈ അടുക്കുന്ന ആളുകളെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറയും, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് കിട്ടുട്ടോ. അങ്ങനെ നമുക്ക് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിലെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുവാനും അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റവും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കും റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഒക്കെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മഹലിൽ നിന്ന് ഒരുപാട് ആളുകൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകി നിന്റെ അടുക്കലേക്ക് അതിഥികളായി വന്നിട്ടുണ്ട്. കഅബയിലേക്ക്, മക്കയിലേക്ക് അതിഥികളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവെ, അവരുടെ യാത്രയിലും അവരുടെ ഹജ്ജും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കി മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് യാത്രയിൽ എളുപ്പം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിരക്കുള്ള പ്രയാസങ്ങളിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജ് ഏറ്റവും സമാധാനത്തോടു കൂടി നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവെ അവർക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട്, ഈ വർഷവും ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് എല്ലാ നിലക്കും പൈസ അടച്ചിട്ട് പോലും പ്രൈവറ്റിൽ ഹജ്ജ് ചെയ്യാൻ ഈ പ്രാവശ്യം പോകാൻ സാധിച്ചിട്ടില്ല. പലർക്കും ഗവൺമെന്റിൽ കുറച്ച് ആളുകൾക്ക് കിട്ടിയുള്ളൂ. എന്നാൽ പല ആളുകളും പൈസ അടച്ച് ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ പൈസ തിരിച്ച് കിട്ടിയ ആളുകളുണ്ട്. അല്ലാഹുവേ, ഹജ്ജിന് ഉദ്ദേശിച്ച ആളുകൾക്ക് അവർക്ക് അവിടെ പോകാനും ഹജ്ജ് ചെയ്യാനുമുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് ഉദ്ദേശിച്ച ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അല്ലാഹുവേ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മക്കളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഉപ്പമാർ, ഉമ്മമാർ, അല്ലാഹുവേ അവർക്കെല്ലാം നീ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹു
അള്ളാഹുവെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ അവർക്ക് എല്ലാ നിരക്കുമുള്ള ഐശ്വര്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാത്തരം കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കാനും മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനും വേണ്ടി കുതന്ത്രം പനിയുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ ഇസ്രായേലി കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ, പരാജയപ്പെടുത്തണേ റഹ്മാനെ, പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവരോട് നീ കാരുണ്യം കാണിക്കണേ റഹ്മാനെ, അവരോട് നീ കാരുണ്യം കാണിക്കണേ റഹ്മാനെ. അള്ളാഹുവെ എല്ലാ സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാം നീ ഒരുമിച്ച് കൂട്ടുമ്പോ ആ ജന്നാത്തിൽ ഫിർദൗസിലേക്ക് കിടക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، واجعلنا للمتقين إماما، واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. استغفر الله لي ولكم.